ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം 8-ാം സ്കന്ധം 3-ാം അധ്യായം. ഭഗവത് പ്രത്യക്ഷവും ഗജേന്ദ്രസ്തുതിയും. ശ്രീശുകൻ പറഞ്ഞു: ഏവം ചിന്തിച്ചുറപ്പിച്ചേകാഗ്രമായി തീർന്ന ഹൃത്തിനാൽ ജപിച്ചു മുജ്ജന്മാഭ്യസ്തം ശ്രേഷ്ഠമാം സ്തോത്രം അഗജം. ഗജേന്ദ്രൻ പറഞ്ഞു: ചൈതന്യമുൾക്കൊള്ളുവതാരാൽ വിശ്വമച്ചിൽ സ്വരൂപനായി വിശ്വം അസച്ചിൽ സ്വരൂപനായി സർവേശനാമാദ്യപുമാൻ ഭഗവാനെ നമിച്ചിടാം. ആരിൽ നിന്നീ വിശ്വവും സ്വയം അക്കാര്യകാരണപരൻ സ്വയം ഭൂവിങ്ങൊരാശ്രയം. ആരിൽ നിന്ന് ഈ വിശ്വവും സ്വയം അക്കാര്യകാരണപരൻ സ്വയം ഭൂവിങ്ങൊരാശ്രയം. സ്വമായയാലാത്മനി വിശ്വമാളുവോൻ പ്രകാശകൻ വീണ്ടുമടക്കി വാഴുവോൻ പരാത്പരൻ കാരണകാര്യസാക്ഷി ചിന്മയൻ സ്വരാട്ട് ഏകനെനിക്കൊരാശ്രയം. കാലം നിമിത്തം നിഖില പ്രപഞ്ചവും ദിക്പാലർഭൂതാദികളും നശിക്കവേ ശേഷിപ്പൊരഗാഠതമം മഹാതമസ്സിനും പുറത്ത് സുതരാം വിളങ്ങുവോൻ. വേഷങ്ങൾ കെട്ടുന്ന നടൻ്റെതെന്ന പോൽ ആർതൻ രഹസ്യം സുരരും മുനീന്ദ്രരും കാൺമീല. ഞാനെന്തിഹ പിന്നയോതും അദ്ദുരൂഹ്യൻ നാനാചരിതൻ തുണയ്ക്കണം. വനത്തിലാർതൻ സുഖദർശനത്തിനായി മുനീന്ദ്രരാത്മജ്ഞർ സമാനദർശനർ അലോകസാധാരണമായ അഖണ്ഡമാം വ്രതം ചരിക്കുന്നതവൻ മമാശ്രയം. ആർക്കില്ല ജന്മം ചരിതങ്ങൾ നാമവും രൂപം ഗുണം ദോഷവുമെന്നിരിക്കലും ആർ സൃഷ്ടിനാശാദികൾ ആത്മമായയാൽ അതാതു കാലത്തു നടത്തിടുന്നവൻ ആ മഹാത്ഭുത കർമാവാം പരാത്പരന് അരൂപനെ അനന്തശക്തിയാം നാനാരൂപനെ കൈതൊഴാം ഹരേ. സർവാന്തര്യാമിയാം സർവസാക്ഷിയെ പ്രണമിച്ചിടാം. നമിക്കാം വാങ്മനശ്ചേതോ ദുരാപഞ്ചിൽ പ്രകാശനെ. നൈഷ്കർമ്മ്യശുദ്ധരാം വിജ്ഞരായോർക്കു സുഖഗമ്യനായി സച്ചിൽ സ്വരൂപനാം മോക്ഷരൂപനെ പ്രണമിച്ചിടാം. രജസ്തമസത്വഗുണധർമ്മിയായി നിർവിശേഷനായി ഗുണസാമ്യാശ്രയൻ ജ്ഞാനഘനനെ പ്രണമിച്ചിടാം. സർവാധ്യക്ഷൻ സാക്ഷിരൂപൻ ക്ഷേത്രജ്ഞനെ നമിച്ചിടാം. ക്ഷേത്രജ്ഞഹേതുമായേശൻ പൂർണ്ണനെ പ്രണമിച്ചിടാം. സർവേന്ദ്രിയ ഗുണദ്രഷ്ടാവഖിലേന്ദ്രിയ കാരണൻ അസച്ഛായാസൂചിതനാം സദാഭാസന്നു കുമ്പിടാം. നമസ്കരിക്കാം അഖിലൈക കാരണം നിഷ്കാരണം കാരണരൂപമദ്ഭുതം മോക്ഷസ്വരൂപം നിഖിലാഗമാർണവം പരാത്പരം സർവഗതം മഹസ്സിനെ. ഗുണാരണിച്ഛന്നജിതഗ്നിയായി ഗുണക്ഷോഭത്തിനാൽ ദീപിത ചിത്തവൃത്തിയായി ആത്മജ്ഞരാം നിഷ്ക്രിയരായ ധീരർ തൻ മനസ്സിൽ മിന്നും സുഖരൂപനെ തൊഴാം. എന്മട്ടെഴുന്ന ശരണാഗതർ തന്ന വിദ്യാപാശം മുറിപ്പൊരു ശരണാഗതർ തൻ അവിദ്യാപാശം മുറിപ്പൊരു കൃപാലയ മോക്ഷരൂപിൻ സ്വാംശത്തിനാൽ നിഖിലദേഹിയിലും വിളങ്ങും പ്രത്യക്ഷസ്വരൂപ പരിപൂർണ നമോ നമസ്തേ. ദേഹാത്മദാരഗൃഹവിത്തസുതാദിസക്തർക്കപ്രാപ്യനായ ഗുണസംഗവിഹീന ഭൂമൻ ദേഹാദിബന്ധമിയലാത്തവരെന്നുമുള്ളിൽ കാണുന്ന ചിദ്ഘനതനോ ഭഗവൻ നമസ്തേ. പുമർത്ഥമിച്ഛിച്ചു ഭജിക്കുവോർക്കതൊക്കെയും ലഭിക്കും ധ്രുവമെന്നു മാത്രമോ നിത്യത്വം ആശിസ്വമവർക്കണപ്പു നീ കൃപാംബുധേ തീർത്തിടുകൻ വിഷാദവും. ഏകാന്തമാം ഭക്തി ഭവാങ്കലാളുവോരിച്ഛിക്കയില്ലേതുതരം പുമർത്ഥവും. അത്യദ്ഭുതം നിൻചരിതം സുമംഗളം കീർത്തിച്ചു മുങ്ങുന്നു സുഖാമൃതാബ്ധിയിൽ. ആധ്യാത്മികോപായ സുഗമ്യൻ അക്ഷരൻ പരാൽപരൻ
ദൂരക സൂക്ഷ്മവസ്തു പോലതീന്ദ്രിയൻ പൂർണ്ണൻ അനന്തനാദ്യനാം സർവാന്തരസ്ഥൻ ഭഗവാനെ വാഴ്ത്തിടാം. ചരാചരാത്മകം വിശ്വം ബ്രഹ്മാദ്യർനിഗമങ്ങളും തദംശാംശങ്ങളാൽ തീർന്ന നാമരൂപവിഭേദമാം തീയിങ്കൽ നിന്നും സ്ഫുരണങ്ങൾ പോലെയും സൂര്യങ്കൽ നിന്നും കിരണങ്ങൾ പോലെയും ഭൂതേന്ദ്രിയാത്മാദി ഗുണപ്രവാഹമേത് ഏതാശാംശമായി തീരുവതും ലയിപ്പതും ആർമർത്യദേവാദിയിലാരുമല്ല തിര്യക്കല്ല മൂലിംഗവുമല്ല വിശ്വവും സത്തല്ല നിഷേധശേഷനാമവൻ ജയിപ്പൂ നിഖിലസ്വരൂപനായി. അജ്ഞാനമുള്ളും പുറവും മറയ്ക്കുമി ശരീരമെന്തിന് ഇതിലില്ല കാക്ഷമേ ഇച്ഛിക്കയാം ശാശ്വതമുക്തി കാലദുർഭേദ്യം മമാത്മാവരണത്തിൽ നിന്നു ഞാൻ. ഇച്ഛിക്കയാം ശാശ്വതമുക്തി കാലദുർഭേദ്യം മമാത്മാവരണത്തിൽ നിന്നു ഞാൻ. വിശ്വാത്മാവായി വിശ്വസൃക്കായി വിശ്വമായി വിശ്വലീനനായി അവിശ്വനാമ ബ്രഹ്മത്തെ കേവലം പ്രണമിപ്പു ഞാൻ. യോഗത്താൽ കർമ്മബന്ധങ്ങളറ്റ ഹൃത്തിൽ മുനീശ്വരർ സാക്ഷാത്കരിക്കുമാ യോഗേശ്വരനെ പ്രണമിപ്പു ഞാൻ. അസഹ്യവേഗം ത്രിഗുണാത്മശക്തി ധീഗുണങ്ങളും ദുർദമമാത്മശക്തിയും കുബുദ്ധി ദുർവേദ്യതയും പുണർന്നിടും പ്രപന്നരക്ഷാവ്രത കൈതൊഴാം അഹന്തയാൽ ആത്മരൂപം കാണുന്നില്ലേതു ശക്തിയാൽ അതർക്യമഹിമാവാം അഭഗവാനെ നമിച്ചിടാം. ശ്രീശുകൻ പറഞ്ഞു, ആ നിർവിശേഷരതനാം ഗജയൂഥപന്തൻ ചാരത്തു തത്തദഭിമാനികളാമജാദ്യർ പോകാൻ മടിച്ചളവിൽ ആഹരി നിത്യമുക്തൻ ആവിർഭവിച്ചു തരസാ നിഖിലസ്വരൂപൻ. ഹരേ നമ. ഛന്ദോമയം ഗരുഡവാഹനമാർന്നുകൊണ്ട ചക്രായുധൻ പ്രണതരാം സുരരുത്തുവേഗാൽ നക്രം പിടിച്ച് അവശനായിതുമട്ടു വാഴ്ത്തും ദന്തീന്ദ്രനിൽ കനിവു പൂണ്ട് അവിടേക്കണഞ്ഞാൻ. ഹരേ കൃഷ്ണ. ഛന്ദോമയം ഗരുഡവാഹനമാർന്നുകൊണ്ട ചക്രായുധൻ പ്രണതരാം സുരരൊത്തുവേഗാൽ നക്രം പിടിച്ചവശനായിതുമട്ടു വാഴ്ത്തും ദന്തീന്ദ്രനിൽ കനിവു പൂണ്ടവിടേക്കണഞ്ഞാൻ. താർക്ഷ്യൻ്റെ മേൽ നഭസി ചക്രിയയാശു കാൺകെ തുമ്പിക്കരത്തിലു താമരയേന്തി. താർക്ഷ്യൻ്റെ മേൽ നഭസി ചക്രിയെ ആശു കാൺകെ തുമ്പിക്കരത്തിൽ ഒരു താമരയേന്തി ഭക്ത്യാ പൊക്കിപ്പിടിച്ച്. ഹരേ. പൊക്കിപ്പിടിച്ചവശമഗജമുച്ചരിച്ചാൻ നാരായണ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. താർക്ഷ്യൻ്റെ മേൽ നഭസി ചക്രിയയാശു കാൺകെ തുമ്പിക്കരത്തിലൊരു താമരയേന്തി ഭക്ത്യാ പൊക്കിപ്പിടിച്ചവശമഗജമുച്ചരിച്ചാൻ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരേ. സ്നേഹാർദ്രനായി ഛടിതി ചാടിയിറങ്ങി നക്രമൊപ്പം കരീന്ദ്രനെ വലിച്ചു കരയ്ക്കണച്ചു. ചക്രത്തിനാൽ മുതലതൻ തല കൊയ്തു മൂജിപ്പിച്ചാൻ മുകുന്ദ ഭഗവാൻ സുരർ നോക്കി നിൽക്കേ. ഹരേ നമ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. 3-ാം അധ്യായം കഴിഞ്ഞു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ.